സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ വിലാപയാത്രയെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വി ആർ കാർത്തിക് വളരെ മെല്ലെയാണ് നീങ്ങുന്നത്. നിരവധി പ്രവർത്തകർ, നേതാക്കളൊക്കെ ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട് ആ വഴിയിൽ. ഇതെത്ര ദൈർഘ്യമുള്ളതാണ്? എപ്പോഴത്തേക്ക് ഈ എയിംസ് ആശുപത്രിക്ക് ആ ഭൗതികദേഹം കൈമാറുന്ന ആ ഒരു സമയത്തിലേക്ക് എത്തുമെന്നാണ് കരുതേണ്ടത്? ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എയിംസ് ആശുപത്രിക്ക് മുന്നിലേക്ക് ആംബുലൻസ് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അവർ പറഞ്ഞിരുന്ന സമയക്രമീകരണവും അങ്ങനെയായിരുന്നു. 5 മണിക്ക് മുൻപ് വിലാപയാത്ര അവസാനിക്കുമെന്നും മൃതദേഹം എയിംസ് ആശുപത്രിക്ക് കൈമാറും എന്നുമാണ് അറിയിച്ചിരുന്നത്. ഏതായാലും വിലാപയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ആംബുലൻസിനെ അനുഗമിച്ച് നൂറുകണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ അവസാനമായി യാത്രയാക്കാൻ അശോക 14 റോഡിലൂടെ നടന്നു നീങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എത്രത്തോളം സ്വീകാര്യനായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം പ്രവർത്തകരുടെ ഹൃദയങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളുടെ മനസ്സുകളിലുമൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ച. ഇന്ന് രാവിലെ 10:15 കൂടിയാണ് AKG ഭവനിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. AKG ഭവനിൽ എത്തിച്ച ഭൗതിക ശരീരം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട, മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവും കൂടിയായ പിണറായി വിജയൻ, MA ബേബി, MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി കേരളത്തിൻ്റെ അടക്കമുള്ള നേതാക്കൾ ചേർന്ന് ആ മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു. തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അന്ത്യാഭിവാദ്യം നൽകി. തുടർന്ന് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ അദ്ദേഹത്തെ പ്രിയ നേതാവിന് അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. അതിനുശേഷം CPM-ൻ്റെ വിവിധ പോഷക സംഘടനകൾ, അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾക്കടക്കം അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹത്തെ കാണാൻ രാവിലെ മുതൽ തന്നെ AKG ഭവനിലേക്ക് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. കർഷക പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ സാംസ്കാരിക മേഖലയിൽ നിന്നടക്കം റോമില താപ്പർ അടക്കം നിരവധി പ്രമുഖരും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതും രാവിലെ മുതൽ കാണാമായിരുന്നു. വിലാപയാത്ര ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അദ്ദേഹം ഏറെ കാലം ചെലവഴിച്ച സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 4 പതിറ്റാണ്ടിലധികം സജീവ സാന്നിധ്യമായിരുന്ന ഡൽഹിയിലെ വീഥികളിലൂടെ അദ്ദേഹം അവസാനമായി യാത്ര പറയുകയാണ്. കഴിഞ്ഞ ദിവസം JNU-വിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോഴും കനത്ത മഴയെ അവഗണിച്ച് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും മുൻ അധ്യാപകരും അടക്കം പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി. അദ്ദേഹത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഓരോ അനുഭവങ്ങൾ, ഓരോ വ്യക്തിക്കും പറയാൻ ഓരോ വ്യക്തിപരമായ അനുഭവങ്ങൾ ഈ നേതാവുമായി ഉണ്ട് എന്നതാണ് സീതാറാം യെച്ചൂരിയെ വ്യത്യസ്തനാക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഏതായാലും നമുക്ക് സ്ക്രീനിൻ്റെ ഒരു വശത്ത് കാണാം നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സീനിയർ നേതാക്കൾ ഈ വിലാപയാത്രയെ അനുഗമിച്ച് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കൾ ഈ വിലാപയാത്രയ്ക്ക് മുന്നിൽ കാൽനടയായി നടന്നു നീങ്ങുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വിലാപയാത്രയായി എയിംസ് ആശുപത്രിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഇച്ഛാനുസരണം കൈമാറും. ദില്ലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 4 പതിറ്റാണ്ടിലധികം അദ്ദേഹം ജീവിച്ച ഒരു ഇടമാണ്. അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഓരോ മേഖലയ്ക്കും പല അനുഭവങ്ങൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 69-ലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അത് അച്ഛൻ്റെ സ്ഥലമാറ്റമായിരുന്നു. ആ സ്ഥലമാറ്റത്തെ തുടർന്നാണ് ഒരു വർഷത്തെ അധ്യയനം മുടങ്ങി ഹൈദരാബാദിലുണ്ടായിരുന്ന സീതാറാം യെച്ചൂരി അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. 73-ൽ MA-ക്ക് അദ്ദേഹം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ചേരുന്നു. തുടർന്ന് 79-ൽ PhD പൂർത്തിയാക്കും വരെയുള്ള JNU കാലഘട്ടമാണ് സീതാറാം യെച്ചൂരി എന്ന വിദ്യാർത്ഥി നേതാവിനെ സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാലഘട്ടം എന്ന് തന്നെ പറയണം. ആ കാലഘട്ടത്തിനിടെ ഇന്ത്യ അടിയന്തരാവസ്ഥയിലൂടെ കടന്നുപോയ കറുത്ത നാളുകൾ, ആ നാളുകളിൽ ഒരു വിദ്യാർത്ഥി നേതാവ് JNU-ൻ്റെ ഹൃദയങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയോടടക്കം അടിയന്തരാവസ്ഥയുടെ കുറ്റവാളികളെ ശിക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് JNU-വിൽ സമരം നടത്തിയ നേതാക്കളെ കാണാനും നേരിട്ട് കാണാൻ തന്നെ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ദിരാഗാന്ധി പോലും ആ ഘട്ടത്തിലെത്തുന്ന അത്തരത്തിൽ ചരിത്രപരമായ പല വിദ്യാർത്ഥി സമരങ്ങൾക്കും നേതൃത്വം നൽകിയ സീതാറാം പിന്നീട് CPM-ൻ്റെ നേതൃസ്ഥാനത്തേക്ക് വളരെ വേഗം നടന്നു കയറുകയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എത്തി, പിന്നീട് പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തി.
ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മറ്റൊരു വഴിത്തിരിവ് എന്ന് പറയുന്നത് പി സുന്ദരയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം തന്നെയായിരുന്നു. തുടർന്ന് EMS അദ്ദേഹത്തെ പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അതുമുതൽ തന്നെ സജീവമായ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായി സീതാറാം യെച്ചൂരി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അതോടൊപ്പം തന്നെ മാർക്സിയൻ ക്ലാസിക്കുകളിലടക്കം ആഴത്തിൽ അപഗ്രഥിച്ച് കൃത്യമായ വീക്ഷണം ഒരു വിഷയത്തിൽ പറയാൻ ഒരുപക്ഷെ CPM-ൽ ഇതുപോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് ചരിത്രം തെളിയിക്കണം, കാലം തെളിയിക്കണം. ഏതായാലും അത്രത്തോളം സാധാരണക്കാരെ മുതൽ കർഷകരെ മുതൽ വളരെ ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ വരെ പഠിച്ച് അത് മതേതര പ്ലാറ്റ്ഫോമിൽ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മതേതര പ്ലാറ്റ്ഫോമിലടക്കം അത്തരത്തിലൊരു കൃത്യമായ വീക്ഷണം പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലാണ് അദ്ദേഹം പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കൃത്യമായ സന്ദേശങ്ങൾ നൽകാൻ, കൃത്യമായ ഇടപെടലുകൾ നൽകാൻ കഴിഞ്ഞ ഒരു നേതാവ്. അദ്ദേഹം അത്തരത്തിൽ ഒരു നേതാവിനെയാണ് CPM-ന് നഷ്ടമായിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവ്. പല ഘട്ടങ്ങളിലും അദ്ദേഹം കേരളത്തിൽ നടത്തിയ പ്രസംഗങ്ങളെല്ലാം തന്നെ ചരിത്രപരമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല കേരളത്തിൻ്റെ പ്രിയ സഖാവ് VS-മായി സീതാറാം യെച്ചൂരിക്കുള്ള അടുപ്പം, അങ്ങനെ VS-നെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയിൽ വലിയൊരു കേഡറുകൾ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. 2015 മുതൽ ഇങ്ങോട്ടുള്ള 9 വർഷക്കാലം VS-ൻ്റെ യെച്ചൂരിയുടെ VS എന്ന ഒരു അച്ചുതണ്ടിലായിരുന്നു CPM രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. യെച്ചൂരിയെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി 21ാം പാർട്ടി കോൺഗ്രസ് വിശാലപത്രത്തിൽ ചേർന്ന് തെരഞ്ഞെടുത്ത ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ VS അദ്ദേഹത്തിന് ആശംസയർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അത് പിന്നെ വിവാദമായി. ഏറ്റവും ഒടുവിൽ 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് VS-നെ അടുത്തിരുത്തിക്കൊണ്ട് ഫിഡൽ കാസ്ട്രോയോടാണ് സീതാറാം യെച്ചൂരി ഉപമിച്ചത്. അത്തരത്തിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പല ഘട്ടങ്ങളിലും ആ നേതാക്കൾ തമ്മിലുള്ള രസതന്ത്രവും പല വിവാദ ഘട്ടങ്ങളിലും വിവാദ സമയങ്ങളിലുമൊക്കെ ഇരു നേതാക്കളും നടത്തിയ പ്രതികരണങ്ങളും ഒക്കെയും. ഏതായാലും കേരളത്തോട് അത്രയേറെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി. അങ്ങനെ ഒരു നേതാവിനെയാണ് CPM-ന് നഷ്ടമായിരിക്കുന്നത് എന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. CPM-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇന്ന് നമ്മൾ ആ AKG ഭവനിൽ കണ്ട നേതാക്കളുടെ ഒരു വലിയ നിര, അഖിലേഷ് യാദവ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വസന്തകുഞ്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയ BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ, ഇന്ന് മറ്റു നേതാക്കൾ കനിമൊഴി, ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ, അതോടൊപ്പം തന്നെ ശരത് പവാർ അടക്കമുള്ളവർ, കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ കോൺഗ്രസ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ രാവിലെ അവിടെ എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. PK കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകൾ ഏറെ ആയിരുന്നു. കാരണം മതേതര പ്ലാറ്റ്ഫോമിൽ എത്രത്തോളം കൃത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ, എത്രത്തോളം നിർണായകമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ എല്ലാം പ്രതികരണങ്ങൾ പോലും. ഏതായാലും അതിരുകൾക്കപ്പുറത്തേക്ക് സൗഹൃദ വലയമുണ്ടായിരുന്ന ഒരു നേതാവ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പോലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്ന് എത്തി. അവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ അക്കാഡമിക്കൽ നേട്ടങ്ങളാണ്. അദ്ദേഹം ആഴത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രീതികളെക്കുറിച്ചൊക്കെയായിരുന്നു അവർക്കും പറയാനുണ്ടായിരുന്നത്. വിയറ്റ്നാമിൻ്റെ അംബാസഡർ രാവിലെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഇന്ത്യയിലുള്ള പാലസ്തീൻ്റെ അംബാസഡർ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു കലുഷിതമായ ഒരു യുദ്ധം അന്തരീക്ഷം കൂടി നിലനിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ അടക്കമുള്ള നേതാക്കൾ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ സാധാരണക്കാരായ കർഷകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെയുള്ളവർ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്ന ഒരു കാഴ്ചയായിരുന്നു രാവിലെ മുതൽ AKG ഭവനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അടിയന്തരാവസ്ഥ കാലത്തടക്കം അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഒളിവിൽ കഴിഞ്ഞ എയിംസിൽ, അത്തരത്തിൽ യെച്ചൂരിയെക്കുറിച്ച് പറയാൻ എയിംസിലും ഒരുപാട് കഥകളുണ്ടാകും. ആ എയിംസിലേക്കാണ് യെച്ചൂരിയുടെ അവസാന യാത്ര ചെല്ലുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരു പഠന ഗവേഷണ വിഷയമായി യെച്ചൂരി വീണ്ടും മാറുന്ന ഒരു കാഴ്ച. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വലിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എയിംസിന് മുന്നിലേക്ക് എത്തും. എഴുതും മൃതദേഹം ഉൾപ്പെടുന്ന ആംബുലൻസ് അത് മുന്നിലുണ്ട്. നേതാക്കൾ, സഹപ്രവർത്തകർ പിന്നാലെ യെച്ചൂരി അനുഗമിക്കുന്നു. ഏറ്റവും ഒടുവിലായി അവസാന
തവണയിലേക്ക്. തിരികെ എത്താം ഒരിടവേള.